നൊയമ്പുകാലം, ഓശാന ഞായർ. തിരുവചനം: അവർ കഴുതക്കുട്ടിയെ അഴിക്കുമ്പോൾ അതിൻ്റെ ഉടമസ്ഥൻ അവരോട്, നിങ്ങൾ എന്തിനാണ് കഴുതക്കുട്ടിയെ അഴിക്കുന്നത് എന്ന് ചോദിച്ചു. കർത്താവിന് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന് അവർ പറഞ്ഞു. ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായം 33-34 തിരുവചനങ്ങൾ. അനുഗ്രഹപ്രദമായ വിശുദ്ധവാരത്തിലേക്ക് കടക്കുന്ന ഏവർക്കും സമൃദ്ധമായ ദൈവാനുഗ്രഹങ്ങൾ നേരുന്നു. പെസഹ തിരുനാളിന് ജെറൂസലേമിലേക്ക് വരുന്ന യേശു എളിമയുടെയും സമാധാനത്തിൻ്റെയും പ്രതീകമായ കഴുതപ്പുറത്താണ് ജെറൂസലേമിൽ പ്രവേശിക്കുന്നത്. ശിഷ്യന്മാർ അറിയാതെ തന്നെ കഴുതയുടെ ഉടമസ്ഥരുമായി യേശു ഉണ്ടാക്കിയ ധാരണയനുസരിച്ച് കഴുതയെ അഴിച്ചു കൊണ്ടുപോകുമ്പോൾ ഉപയോഗിക്കേണ്ട ഒരു പാസ്വേഡ് ഉണ്ട്. കർത്താവിന് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ട്. ഓശാന ഞായറിൽ കർത്താവിനെ ചുമന്ന കഴുതയ്ക്ക് മാത്രമല്ല ഭാഗ്യം ഉള്ളത്. ഈ വർഷം വിശുദ്ധവാരത്തിലേക്ക് നാം കടക്കുമ്പോൾ അതേ പാസ്വേഡ് കർത്താവ് നമുക്കും നൽകുകയാണ്. കർത്താവിന് നിന്നെ ആവശ്യമുണ്ട്. ഈ ഒരു വാരം കർത്താവ് നമ്മെ വിളിക്കുന്നത് അവിടുത്തോട് കൂടെ ആയിരിക്കുവാനാണ്, ഒപ്പം പ്രാർത്ഥനയിൽ അടുത്തിരിക്കുവാനാണ്. പീഡാസഹന നാളുകളിൽ പരിശുദ്ധ കന്യകാമറിയവും വിശുദ്ധ യോഹന്നാനും ഭക്തസ്ത്രീകളും യേശുവിൻ്റെ ഹൃദയസ്പന്ദനങ്ങൾ ഉൾക്കൊണ്ടതുപോലെ വളരെ വിലപ്പെട്ടതായ അനുഗ്രഹങ്ങൾ നമുക്ക് നൽകുവാൻ യേശുവിൻ്റെ പാസ്വേഡ്: കർത്താവിന് നിന്നെ ആവശ്യമുണ്ട്.